അപ്പോൾ ഇന്ന് കാരപ്പത്തിന് ഓർഡർ ഉണ്ടായിനി, അതെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് അമ്മയുടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ 10 ഓർഡർ ഉണ്ടായിനി, ഇപ്പം കാരപ്പത്തിനും വൈകുന്നേരം കാരപ്പത്തിനും, പിന്നെ രാത്രിക്കേക്ക് 50 10 ചിക്കൻ കറിക്ക് ഓർഡർ ഉണ്ട് കേട്ടോ. കള്ളി കണ്ടുപിടിച്ചല്ല, ഞാൻ വിചാരിച്ചേ ഈശ്വര ഇനി ഓർഡർ വിചാരിച്ചിട്ട് ഇങ്ങനെ സർപ്രൈസ് ആക്കാൻ വിചാരിച്ചത്. സർപ്രൈസ് അല്ല, നിങ്ങൾ ഇന്ന് ഞെട്ടിക്കാൻ വേണ്ടി വിചാരിച്ചത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഓർഡറിൽ മുങ്ങിപ്പോയി. നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഇന്ന് എൻ്റെ അനിയാട്ടിൻ്റെയും. അപ്പോൾ എപ്പോൾ ആഘോഷിക്കലൊന്നും ഇല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ കടന്നു പോയിട്ടായിരിക്കും, പോയി ഇന്നലെയാന്നല്ലേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിനിന്നും കൂടി ഓർമ്മ. അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ട്, വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യമെല്ലാം കല്യാണം കഴിഞ്ഞാടും അമ്മയും അച്ഛനെല്ലാം കേക്കെല്ലാം മേടിച്ചിട്ട് ഇടാട്ടേക്കെല്ലാം വരലുണ്ട്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് അമ്പലത്തിൽ പോവും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല, അങ്ങനെ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ. പിന്നെ എന്നറല്ലാതെങ്കിൽ അനിയേട്ടൻ ഗൾഫിലുള്ള സമയത്ത് രാത്രി 12 മണിക്കെല്ലാം മെസ്സേജ് അയക്കും, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നുള്ള പറഞ്ഞിട്ട് മെസ്സേജ് എല്ലാം അയക്കും. അപ്പോൾ അതെല്ലാം ഒരു കാലം അല്ലേ. നമുക്ക് എല്ലാ ദിവസം പോലെ ഒരു ദിവസം കടന്നു പോകും. പക്ഷെ പിള്ളേർ വലുതായ പിന്നെ പിള്ളേർ വിടുന്നില്ല കേട്ടാ. അവര് അമ്മ ട്രീറ്റ് വേണം, സർപ്രൈസ് എന്തെങ്കിലും വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രാത്രി ചപ്പാത്തിയും ചിക്കൻ കറി ആക്കാന്ന്. അങ്ങനെ ആ ഒരു ചെറിയ, പിന്നെ അമ്മയോട് ഞാൻ വെറുതെ പറഞ്ഞത് ഓർഡർ ഉണ്ട് പറഞ്ഞിട്ട് അമ്മ ഞെട്ടുമോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു. പക്ഷെ അമ്മ കണ്ടുപിടിച്ചു. എന്ത് ചപ്പാത്തി ആക്കാൻ തന്നെ ഞാൻ വിചാരിച്ചു. അല്ല, ഞാൻ വരുമ്പേ മനസ്സിലേടിച്ചു അമ്മയോട് പറയാ 50 10 ചിക്കൻ കറിക്ക് ഓർഡർ ഉണ്ട്. എന്നേരം ഈ രാവിലെയും 50 10 60 10 അല്ലേ ഓർഡർ ഉണ്ടായിന്. ഇപ്പൊ ഉണ്ണിയപ്പവും ചുട്ട് കഴിഞ്ഞിട്ട് ഇനിയും ഓർഡർ ഉണ്ടാ വിചാരിച്ചിട്ട് നിങ്ങൾ ഞെട്ടുന്ന വിചാരിച്ചിന്. പക്ഷെ കണ്ടുപിടിച്ചു അമ്മ, കള്ളിപ്പെണ്ണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന തന്നെ നമ്മളെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഓർഡർ തന്നിട്ടില്ലേ. ഇത് പയ്യന്നൂരാന്ന് കൊണ്ടു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വേഗം കൊണ്ടു കൊടുത്തിട്ട് വരാം. അച്ഛനും വരുന്നുണ്ട് കേട്ടോ, എൻ്റെ പേരെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി എടുക്കണ്ടല്ലോ, വണ്ടി എടുക്കാൻ മടിയാന്ന് പയ്യന്നൂരേക്ക്. അപ്പൊ വസന്തമ്മയും വസന്തമ്മയും കൂടി വേണമായിരുന്നു അല്ലേ. അങ്ങോട്ട് കുറേ ദിവസം 2 ദിവസം ഞാൻ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇല്ല, അമ്മ ഇപ്പൊ അങ്ങോട്ട് വരലേ ഇല്ല. അല്ലെങ്കിൽ വസന്തിച്ചോട് വർത്താനം പറയാൻ വേണ്ടിട്ട് വേഗം പണിയെല്ലാം വെച്ചിട്ട് ഞാൻ വേഗം അങ്ങോട്ട് വരും. ഇപ്പൊ എന്തോ ഒരു തുറച്ചില്ല, അല്ലെങ്കിൽ ഇടക്കിടക്ക് ലിജിയുടെ അടുത്ത് പറഞ്ഞാൽ ഇപ്പൊ എന്തോ ഒരു പോയ പിന്നെ എന്തോ ഒരു മനസ്സിലായി. ഞാനിന്ന് ഷോർട്സ് ഇട്ട സമയത്ത് രേച്ചി പറഞ്ഞിട്ടുണ്ടായി എന്തിന് വസന്തമ്മ എന്ന് പറയുന്നത്. അത് 2 അമ്മ ഉണ്ടായോണ്ട് മാറിപ്പോണ്ട്, അങ്ങനെയല്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട വിചാരിച്ച് അങ്ങനെ പറഞ്ഞു. എന്നിട്ടാ അമ്മയെ തന്നെയാന്ന് വിളിക്കല്. വസന്തമ്മ ഇങ്ങനെ തിരിയാൻ വേണ്ടിട്ട് പറഞ്ഞ മാത്രമേ ഇല്ലൂ. വസന്തമ്മേനെ വസന്തമോളെ എന്നല്ല വിളിക്കല്. നല്ല കമ്പനിയാന്ന്, ഒരു ഫ്രണ്ട്സിനെ പോലെയാന്ന് കേട്ടാ. അങ്ങനത്തെ കുശുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല, പാവ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാട് വരും. അപ്പോൾ ഇന്ന് ഓർഡറിലുണ്ടായതുകൊണ്ട് രാവിലെ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല. സാധാരണ പോലെ നമ്മ ചക്കയാ തിന്നാക്കിയിട്ടുണ്ടായി, ചക്ക ഉണക്കുവാത്തത് പപ്പടും. അപ്പൊ രാത്രി ഓർഡർ ഉണ്ട്, അതിൻ്റെ ഇടക്കെല്ലാം ആകുമ്പോൾ തിരക്കെല്ലാം ആയതുകൊണ്ട് അങ്ങനെ ഒപ്പിച്ച് ഉച്ചക്ക് രാത്രിക്ക് ഇപ്പം ചപ്പാത്തിയും ചിക്കൻ കറി അത് പോയി വന്നിട്ടാകുമ്പോൾ നമുക്ക് വേഗം അതെല്ലാം സെറ്റാക്കാം. അപ്പോൾ ലോകൂട്ടം വന്നു കേട്ടാ. ലോകൂട്ടം പിറ്റേ ദിവസം തന്നെ വന്നിന്. അതുപോലെ തിങ്കളാഴ്ച വരുന്നാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിന്. പിന്നെ എനക്കും സുഖമില്ല, അപ്പം ഇനി ഇങ്ങനെ ജലദോഷം തൊണ്ടവേനെല്ലാം ആയതുകൊണ്ട് അനിയേട്ടൻ പിറ്റേ ദിവസം തന്നെ ഞായറാഴ്ച വൈകുന്നേരം പോയിട്ടുണ്ടായിനി. അമ്മ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് പിന്നെ എന്തോ ഒരു വിഷമം പോലെ. അപ്പം അനിയേട്ടൻ വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിനി. അപ്പോൾ അന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞു ലോകു നാളെ ഏതായാലും അമ്മ ആദ്യം കൂട്ടാൻ വരേണ്ട മോനെ, നീ ഇപ്പം അച്ഛൻ്റെ പെരിപ്പന്നെ വന്നോ, നമുക്ക് സുഖമില്ല ഒന്നാമത് എന്ന് പറയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞായറാഴ്ച തന്നെ വന്നിന്. അപ്പോൾ ട്യൂഷൻ പോയിട്ട് അതിൽ ഇപ്പം വരും. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വയ്യ കാണാം, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അനിയേട്ടനും ഇന്ന് പണിക്ക് പോയിട്ടുണ്ടായിനി, അച്ഛനും പണിക്ക് പോയിട്ടുണ്ടായിനി. അതെല്ലാം വൈകുന്നേരമല്ലേ പണിയെല്ലാം കഴിഞ്ഞിട്ട് വരും. അപ്പോൾ രാത്രിയാണ് എന്തും കൊണ്ടും അല്ലേ നല്ലത്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വേഗം ഞാൻ കഴിഞ്ഞിട്ട് വരാം കേട്ടോ, കൊണ്ടു കൊടുക്കാൻ.
അങ്ങനെ ഞാനും അച്ഛനും കൂടി ഉണ്ണിയപ്പം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. പയ്യന്നൂരിൽ നിന്ന് കുറച്ച് ദൂരമായില്ലോ നമ്മളെ എടാട്ട് വീട്ടിലേക്ക്. അപ്പോൾ അമ്മ പോകുമ്പോൾ ചാർജർ എടുക്കാൻ മറന്നിട്ടാന്ന് പോയിട്ടുണ്ടായിന്. അപ്പോൾ പോകുന്ന പോക്കിൽ നമ്മൾ ചാർജറും കൂടി എടുത്തു കേട്ടാ. അങ്ങനെ ഇന്ന് വാസന്തമ്മേനെയും കൂടി കാണാൻ പറ്റി. അപ്പോൾ ലിജി പ്രതീക്ഷിക്കാതെ വന്നിനി. അന്ന് ചാർജർ അറിയാണ്ട് ബാഗിൽ വെച്ചിനി. അതുകൊണ്ട് ഇന്ന് എനിക്ക് അത്ര അത്യാവശ്യമുണ്ട്. ചാർജർ ഇല്ലാണ്ട് അമ്മന്റെ ചെറിയ ഫോണായോണ്ട് 2 ദിവസം ചാർജ് നിക്കും. പക്ഷെ ചാർജ് ഇപ്പൊ തീരാനായി 2 ദിവസമായില്ലേ വന്നിട്ട്. അപ്പൊ എനിക്ക് പയ്യന്നൂരേക്ക് പലഹാരം കൊടുക്കാൻ വന്നിട്ട് ആവശ്യമുണ്ടായിന് അമ്മ. അങ്ങനെ എന്നുണ്ട് സുഖല്ലേ? കുളിച്ച് സുന്ദരി കുട്ടിയായല്ല. ഇന്നും കൂടി നമ്മ പറഞ്ഞതേ ഇല്ല നിങ്ങളെ കാര്യം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ അതെന്നാ അറിയാ? വിഷ് ചെയ്തില്ലേ? ഹാപ്പി ബർത്ത്ഡേ അല്ല, അയ്യോ വെഡിങ് ആനിവേഴ്സറിയാ. എന്താ അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഇന്ന് നമ്മ എപ്പോ അങ്ങനെ ആഘോഷിക്കലൊന്നുമില്ലല്ലോ. പിള്ളേര് പറഞ്ഞു എന്തായിട്ടും എന്തെങ്കിലും സ്പെഷ്യൽ ആക്കണം. അപ്പൊ ചപ്പാത്തി ചിക്കൻ കറി ആയിട്ട് രാത്രി ആക്കാന്ന് വെച്ചു. നമ്മ എന്താ ഇപ്പൊ വരുമ്പോ അമ്മ പറഞ്ഞതേ ഇല്ല, വസന്തേച്ചിയും കൂടി വേണമായിരുന്നു, വസന്തമ്മയും കൂടി വേണമായിരുന്നു. വേഗം വരും. അച്ഛന്റെ ചായ വേണ്ട, ചായ ഒന്നും വേണ്ട. അച്ഛനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛന്റെ പര വന്ന് ഞാൻ വണ്ടി എടുത്തിട്ട്. അപ്പൊ അത് നമ്മളെ സബ്സ്ക്രൈബർക്ക് തന്നെയാണ് ആരപ്പം. അതെയാ. പിന്നെ വേറെ കാര്യം, അപ്പൊ മാഡം കണ്ടിട്ട് എന്നോട് ചോദിച്ചു. ഏത് ബാങ്കിലമ്മ? മടൈ ബാങ്കിന്. എന്നോട് ചോദിച്ചു, വസന്തേച്ചി നിങ്ങ പിന്നെ യൂട്യൂബിലും ഉണ്ടാവില്ലുണ്ടല്ലേ? ഞാൻ പറഞ്ഞ അതെ മാഡം, പിന്നെ എന്റെ മരുമോളാന്ന് അതിന്റെ എല്ലാം മെയിൻ ആള്. അതെയാ, ഞാനെല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് സന്തോഷം തന്നെ നിങ്ങളെ കണ്ടിട്ട് എല്ലാം പറഞ്ഞിട്ട് എന്നെ കൈ പിടിച്ചിട്ട് ഷേക്കാണ്ട് തന്നു. അപ്പോ ലിജിയോടാണ് കൂടുതൽ നമുക്ക് നന്ദി പറയേണ്ടത്. അങ്ങനെ ഓള് കാരണമാണ് എന്നെ അറിയാൻ തുടങ്ങിയിനി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ. എന്നെ അവക്ക് സ്റ്റെയർ കേസ് ചെയ്യാനാവുമ്പോക്ക് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചാടി സ്റ്റെയർ കേസ് വരെ വന്നു. എന്റെ കൈയെല്ലാം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, വേണ്ട മാഡം ഞാൻ കീഞ്ഞോളാം, എനിക്ക് കേറാനാന്ന് ബുദ്ധിമുട്ട്, കീയാൻ അത്ര ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. കണ്ണങ്ങാട്ട് സ്റ്റോപ്പിലില്ല? ആ കണ്ണങ്ങാട്ട് സ്റ്റോപ്പില്. അതെയാ? വീട്. അതെയാ? അപ്പൊ നമ്മളെ 2 സുന്ദരിമണി കുളിച്ച് അപ്പൊ അങ്ങനെ അമ്മക്ക് ചാർജർ കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ അമ്മേനെയും കണ്ടു, നിങ്ങളെയും കൂടി കാണിച്ചാൽ വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടാ. അമ്മ നേരത്തെ കുളികളെ കയറ്റി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ലേഖയോട് പറയണം ഞാൻ ചോദിച്ചിട്ട്. രണ്ടാളെ വരുന്നാ? എന്താ ലോകേട്ടനെ പല വരായി? പിന്നെ ഞാൻ പോവാം അമ്മ. അവര് അവിടെ പെരുമ്പേല് നിക്കുന്നുണ്ട് പറഞ്ഞു. പോയിട്ട് തരാട്ടാ. അനിയലിനോട് അനിയേട്ടൻ പണി കഴിഞ്ഞിട്ട് വന്നു, വീട്ടിലുണ്ട്. അതെയാ? വീട്ടിലുണ്ട്. എന്നാ പോവാട്ടാ. ഞാൻ ചോദിച്ചിനി പറയും. ആനിവേഴ്സറി വിഷസ് അറിയിക്കാം. ഞാൻ പറഞ്ഞിനി പറയും. ആയിക്കോട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറഞ്ഞോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അനിക്കുട്ട. ഓക്കേട്ടാ. എന്നാ പിന്നെ പോന്നേ. അപ്പൊ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേനും അമ്മയുടെ തകർത്ത പണിയിലാണ്. ഹലോ, എന്നാണിത് പരിപാടി? എന്തിന് ഇത് സംഭവം? ഈ ഷീറ്റിന്റെ മേലെ ഈ ജാതിയുടെ എല്ലാം വീണ്ട്. ഷീറ്റിന്റെ മേലെ പിന്നെ വെള്ളം വീഴുന്നില്ല ഇങ്ങോട്ട്. ഇപ്പൊ ഞാൻ മേലെ പോയിട്ട് എല്ലാം ഉന്തി താലേക്ക് ഇട്ടു. ഇനിയിപ്പോ ഇതെല്ലാം മാറി ഇത് അടിച്ചു കളയണേ. സത്യം പറഞ്ഞൊരു കാര്യം ചോദിച്ചോട്ടെ, പണിയെടുത്താ മതിയാവുന്നില്ലേ? പണിയെടുത്താൽ മതിയാവായിട്ടല്ല, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സ്ലാബിലെല്ലാം ഇങ്ങനെ വെള്ളം കിട്ടി. അല്ല, ഇന്ന് മൊത്തം രാവിലെ മുതലേ പണിയല്ലേ? കുറച്ച് റെസ്റ്റ് എടുത്തൂടെ? നാളെ അയക്കാ പോരെ? നാളെ ചേമ്പെല്ലാം നടാനുണ്ട്. ചേമ്പ? അപ്പൊ വസന്തമ്മേനെ കണ്ടിനി, അതെ, ചോദിച്ചിനി, പറഞ്ഞിനി ലേഖയോട് എന്റെ അന്വേഷണം പറയണമെന്ന് പറയുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. കുറേ ദിവസം അവരിവിടെ നിന്നിട്ട് പോകുമ്പോ എനക്കെന്തോ ഒരു മനസ്സിന് വിഷമം തന്നെ.
ഇടക്കിടക്ക് എന്തെങ്കിലും പണിയെല്ലാം എടുത്തിട്ടാകുമ്പോൾ ഞാൻ കുറച്ച് സമയം വസനച്ചിൻ്റെ അടുത്തെല്ലാം പോയിട്ട് ഇരിക്കും. ഇപ്പം എനിക്ക് അവരാണ്ട് പോയാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനും ഇഷ്ടമില്ല. പിന്നെ ലിജി എന്തെങ്കിലും പണിയിലായിരിക്കും, അടിക്കലും അങ്ങനെയെല്ലാം. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ എന്തെല്ലോ പണിയെടുത്തോണ്ടിരിക്കുന്നത്. വരൂലേ വേഗം? വേഗം വരുന്ന പറഞ്ഞിന്. അതെയാ, വന്നാലും ഇനി മഴക്കാലത്തെല്ലാം നമുക്കത് അങ്ങനൊന്നും പണിയെടുക്കാനാവില്ല. അപ്പം വിഷം പറഞ്ഞിരിക്കാല ആയിട്ട് വീടായിട്ടല്ല. കൊതുകടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് വേഗം വരാന്ന് പറഞ്ഞത്. അവർക്ക് ബാങ്കിലെല്ലാം പോയിട്ട് എന്തെല്ലാം ആവശ്യമുണ്ട് അതിനെല്ലാം അതിന് കാര്യമായിട്ട് പോയിന്. പിന്നെ പിള്ളേരെ കാണാനും വന്ന് പോയിന്. അതെ, അനിയന്റെ പിള്ളേർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അവർക്ക് പിന്നെ സ്വന്തം വീട്ടില് കൊറേ നാള് വിട്ടു വെക്കുമ്പോ മിസ് ചെയ്യും, കാണണമെന്നുണ്ടാവും. അത് ഇപ്പൊ നമ്മയായാലും എവിടെയും പോയി നമ്മളെ വീട്ടിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. എന്നാലും നമുക്ക് ഒരു കുറേ ദിവസം നിന്നിട്ട് പോയിട്ട് നമുക്കെന്തോ നമ്മളെ വീട്ടിലേക്ക് ആരോ എവിടെയോ പോയാൽ മതി തന്നെ. നമുക്കിട്ടത് ഇപ്പോൾ ഒരു തുറപ്പില്ലാത്ത മാതിരി. അല്ലെങ്കിൽ രാത്രി സന്ധ്യക്കെല്ലാം ഞാനിപ്പോൾ അവിടെ പോയി ഇരിക്കുകയും വർത്താനം പറയാനും ചെയ്യുന്നതാണ്. ചപ്പാത്തി ചോറ് പറ്റുമ്പോൾ ഞാൻ ചൂടും അങ്ങനെല്ലാം ആക്കിയിട്ട് ഇപ്പോൾ മതി. അതുകൊണ്ട് എന്തെല്ലോ പണിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഭാര്യ വൃത്തിയാക്കി അടിച്ചു. ഇതെല്ലാം ഭാര്യ വൃത്തിയാക്കണ്ടമ്മ. അതെ, അല്ലെങ്കിൽ രാത്രി മഴ പെയ്താൽ പിന്നെ ഇത് കിട്ടൂല. എന്തെങ്കിലും വാരിയിട്ട് എവിടെയും കൂട്ടാണ് നടുമ്പോ നാളെ നടുമ്പോ അതിന് വാരിയിടാം. എവിടെയും വാരി കൂട്ടിയിട്ട് അപ്പോൾ ഞാൻ മാറ്റിയിട്ട് വരട്ടെ കേട്ടാ അമ്മ. അപ്പം അമ്മ കുളിയെല്ലാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മ ചിക്കൻ കറിയെല്ലാം ആക്കാൻ അതിൻ്റെ പരിപാടിയിലാണ്. അനിയേട്ടനും ലോകുവെല്ലാം കൂടി നേരത്തെ ചിക്കനെല്ലാം മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ അതിന് ഉള്ളിയും ഇതെല്ലാം മുറിച്ചെടുക്കുകയെന്ന് കേട്ടാ, ഇഞ്ചിയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മുറിച്ചെടുക്കുകയെന്ന്. അപ്പം ഒരാൾ ഇവിടെ ഞാൻ ചിക്കൻ കറി ആക്കാം, എന്നെ നിങ്ങൾ വീഡിയോ എടുത്ത് വേണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ലോകു ഇന്ന് നീ ഞാൻ ചിക്കൻ കറി ആക്കുന്നു. അവിടെ വെച്ചേ, അവിടെ വെക്ക്. അപ്പം അമ്മ തന്നെ ആക്കാം, അല്ലെങ്കിൽ ഇന്നൊന്നും ആവൂല. പിന്നെ ഒരു ദിവസം നമുക്ക് ആക്കാം കേട്ടാ. ലോകു സ്പെഷ്യൽ ചിക്കൻ കറി. ഓക്കെ. അപ്പം മല്ലിപ്പൊടി ചൂടാക്കിയിട്ട് അതിൽ എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും കൂടി ഒന്ന് ചൂടാക്കാം. മല്ലിപ്പൊടി കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നിച്ച് ചൂടാക്കി വെച്ചാൽ അപ്പം ഇടക്കിടക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അപ്പോഴേ ചൂടാക്കിക്കൊണ്ടിരിക്കണ്ടല്ലോ, ഒന്നിച്ച് ചൂടാക്കിയതിന്. അതുകൊണ്ട് മല്ലിപ്പൊടി വേറെ ചൂടാക്കിയതിന്. ഇപ്പം മുളക് പൊടിയും കൂടി ചൂടാക്കിയിട്ടുണ്ട്. ചൂടാക്കിയിട്ട് ഇട്ടാൽ ആ മസാലേൻ്റെ പച്ച മണമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഇങ്ങനെ നമുക്കെല്ലാം പിന്നെ കൊത്തമ്പാരിയും മുതുമ്പം കൊത്തമ്പാരി എല്ലാം വറുത്തരച്ചിട്ടുള്ള കോഴിക്കറിയും ഒക്കെ ആയിരുന്നു. അപ്പൊ എന്നെല്ലാം എല്ലാം പോയി. പിന്നെ അതിന് ശേഷം അതും കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി അമ്മ മല്ലിയും മുളകെല്ലാം വറുത്തരച്ചിട്ട് പച്ചമല്ലിയും മറ്റേ വാട്ടുപറക്കി അതെല്ലാം വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെക്കണം എന്ന് ഒരു റെസിപ്പി കാണിക്കണം. ഇനി നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റെസിപ്പി കാണിക്കൂട്ടാ. ഇപ്പൊ നമ്മ ഒരു തട്ടിക്കൂട്ട് വേഗത്തിലുള്ള ഒരു ചിക്കൻ കറി ആക്കാം. ആയിക്കോട്ടെ. അപ്പൊ ചിക്കൻ മസാല ഇടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടാ, എല്ലാം ചടപടിയാണ്. അപ്പം മസാല വരക്കി വെക്കാം. അതിന് ശേഷം നമുക്ക് ഉള്ളി തക്കാളി എല്ലാം വഴറ്റിയിട്ടാകുമ്പം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കഴിഞ്ഞില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മുടെ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും മുളക് പൊടിയും പറങ്കിപ്പൊടി എന്ന് നമ്മൾ പറയില്ല, മുളക് പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാല വരക്കി വെക്കാം. ഇത് മസാല പിടിക്കും. നമുക്ക് ചിക്കൻ്റെ എല്ലാം നല്ല മസാല പിടിച്ചാൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉള്ളിയെല്ലാം വഴറ്റിയിട്ടാകുമ്പോൾ ഇത് അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ആക്കിയുണ്ട്. തേങ്ങയൊന്നും കൂട്ടുന്നില്ല. നല്ലൊരു നമുക്ക് ഒരു കറി ആക്കാം. അപ്പം ചപ്പാത്തീൻ്റെ പരിപാടിയെല്ലാം നോക്കണത്രേ, കുഴച്ച് വെക്കണത്രേ. ചിക്കനയുടെ മസാല പിടിക്കാൻ പരത്തി വെച്ചാൽ വേറെ ചപ്പാത്തി കുഴച്ചേക്കാം. ചപ്പാത്തിയെല്ലാം നേരത്തെ 1 മണിക്കൂർ മുന്നേ എല്ലാം കുഴച്ച് വെച്ചാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. പക്ഷേ പിന്നൊരു തിരക്ക് പിടിച്ചൊരു വെഡിങ് ആനിവേഴ്സറി ആയി, ഇതൊരു സെലിബ്രേഷൻ ആയിപ്പോയി. എന്നമ്മ ചൂടുവെള്ളത്തിലല്ലേ? ഇളം ചൂടുവെള്ളത്തിൽ വെച്ചാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചിക്കനിലേക്ക് ഇതാ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല കളറുണ്ടല്ലേ, അടിപൊളി കളർ. ഇപ്പം മൂടി എടുത്തിട്ട് ഇതൊന്ന് കുത്തി വെക്കാം. ലോകൂട്ടനാണ് നിന്ന് നമ്മളെ ക്യാമറാമാൻ്റെ ആദ്യം എടുത്തു.
അദ്യ എടുക്കുന്നുണ്ട്. ഹായ് എടാ പോയിനി അപ്പൊ ലോകുവിനെ കാണുന്നില്ല കേട്ടാ. ഇപ്പൊ അധികമായി വീഡിയോ എടുക്കുന്നത്. എല്ലാ വീഡിയോ എടുക്കുമ്പോ അങ്ങനെ പകുതി ഷെയർ ആണ് വരും. കുറച്ച് ഞാൻ എടുത്തില്ലേ, കുറച്ച് നീ എടുത്ത് ചപ്പാത്തി പോലെ എടുക്കാനാ. അമ്മക്ക് നമ്മളെ ചപ്പാത്തി പോലെ പരത്താൻ വേണ്ടിട്ടാവുന്നില്ല കേട്ടാ. പൈപ്പിലൊക്കെ ചോറുണ്ട് ഉച്ചക്കൊക്കെ. കുറച്ച് ചപ്പാത്തി ആക്കുന്നില്ല. ആദ്യം ലോകുന്നെല്ലാം ചിക്കൻ കറി പിന്നെ ചപ്പാത്തിയോടെ കൂടുതൽ ഇഷ്ടം. അപ്പൊ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. പച്ചമുളകും ഉള്ളിയും എന്താ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടാ. കുറച്ച് ദൂരം നിന്ന് മതി. അപ്പൊ നമുക്ക് പോയി വന്ന് സമയം കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കേട്ടാ. അധികം ആഡംബരമൊന്നും ഇല്ലാത്ത എന്നാലും ചേർക്കേണ്ടതെല്ലാം ചേർത്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഉള്ളിയും തക്കാളി ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വാടി വരട്ടെ. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മ വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുപ്പ്. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പും എല്ലാം മസാലയെല്ലാം വരട്ടി വെച്ചാണ്. അവിടെ ഉപ്പ് കുറച്ച് മാത്രം അല്ല ഉപ്പിലും കൂടി നമ്മളാ മാങ്ങ ഉണങ്ങിയത്. നല്ല വെയിലുണ്ടായി, ഒന്ന് വെയിലായിരുന്നു. വേറെ കുപ്പിയിലുണ്ടാകാൻ കുപ്പിയിലുണ്ടാക്കണം. ഇതാണ്. അപ്പൊ നമ്മ അന്ന് മാങ്ങ ചെത്തിയിട്ട് വെയിലത്തിട്ടിട്ടേ ഷോർട്സ് വീഡിയോയിലൊന്ന് കാണിച്ചിട്ടുണ്ടായിന്. അതിപ്പോ ഇതാ ഉണങ്ങി നല്ല അടിപൊളിയായിട്ട്. അതിന് ഞാൻ ഇവിടെ തന്നെ വാരിയൊക്കെ പോന്നിട്ട് തിന്നോക്കി. നമ്മള് സാധാരണ വളംപുളിയില്ലേ, അത് തോറ്റു. ടേസ്റ്റെല്ലാം തന്നെ പുളിയായിട്ട് ഡബിളുണ്ട്. നല്ല പുളി. പിന്നെ നമുക്ക് മഴക്കാലത്തെല്ലാം മാങ്ങ ചമ്മന്തിയാക്കാം. അതിനുള്ള പറ്റിയോ നമുക്ക് ഒരു ദിവസം മീൻകറി വെക്കാമോ? അത് ഇട്ടിട്ട് വീഡിയോയിൽ കാണിക്കാം. മാങ്ങ ഉണങ്ങിയ മാങ്ങ ഭയങ്കര പുളി. നല്ല പുളിയുണ്ട്. ഉണക്ക് കിട്ടുക മീനെല്ലാം വെക്കണം. മഴക്കാലപ്പെട്ട് മാങ്ങ ഉണക്കെന്ന് പറഞ്ഞിട്ട് ഉണക്ക് പരലുണക്കെല്ലാം നല്ല രസമാണ്. മത്തി നിരട്ട് വെച്ചാൽ നല്ല രസമാണ്. അപ്പൊ ചപ്പാത്തി കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി പരത്തലും ചൂടരും. അതുതന്നെ ചിക്കൻ ഒരു ഭാഗത്ത് നിന്നാവുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് അതിക്കൂട്ടൻ ആദ്യം പോയി കേട്ടാ. ഇനി നമുക്കിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുഞ്ഞിലോകോ വാ. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നോക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വഴറ്റാൻ ഇറങ്ങിയിട്ട് കുറച്ച് സമയം അയക്കുന്നത്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി 4 എണ്ണമല്ല ഉള്ളി എടുത്തിന്. 4 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ട്. കുറച്ച് കറി ഉണ്ടായിക്കോട്ട് വെച്ചിട്ട് എടുത്തതാണ്. കൂടുതൽ ഉള്ളി ഇട്ടാൽ ചിക്കൻ കറി ഒരു മധുരം വരികയും ചെയ്യും. 4 ഒരു ചെറിയ ഉള്ളിയാണ്, അതുകൊണ്ട് 4 എടുത്തിന്. ഇടത്തര ഉള്ളിയായതുകൊണ്ടാണ് 4 എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. അതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരെയും കാണുന്നില്ല. നിങ്ങൾക്ക് ചപ്പാത്തി പോലും കൊണ്ട് തന്നോ? അതെ ഏലോ കൂട്ടാ എത്ര സമയം വിളിക്കുന്നത്. ഒന്നുമില്ലപ്പ നല്ല വീഡിയോഗ്രാഫർ. ഞാൻ എടുക്കുന്ന വീഡിയോ നല്ല ക്ലിയറിൽ എന്നെല്ലാം പറഞ്ഞിട്ട് ആളെ എസ്കേപ്പ് ആവുന്നല്ലോ ഇടക്ക്. എന്തപ്പാ ഒരു ഭാഗം തന്നെ കടന്നിട്ടായിരിക്കും ചിലപ്പോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അത്രേ നമുക്കൊന്ന് ചിക്കൻ ഒന്ന് പതിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു തുള്ളി പറ്റിക്കാല്ലേ. നമുക്ക് ചപ്പാത്തിക്ക് കുറച്ച് ചാറ് വേണ്ടേ, അല്ലെങ്കിൽ അടച്ചു വെച്ചാൽ ചിക്കൻ തന്നെ വെള്ളം വരും. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ചപ്പാത്തിക്ക് കുറച്ച് ചാറ് കൊണ്ടുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചിട്ട് സെറ്റായി വരുമ്പോൾ നമുക്ക് കുരുമുളക് പൊടി എടുത്ത് കൊടുക്കാം. അമ്മ ചപ്പാത്തി എല്ലാം പറ്റി തുടങ്ങിയിട്ടുണ്ട്. ചൂടാനും തുടങ്ങിയിട്ടുണ്ട്. അതെ, അപ്പം ഞാനിരുന്ന് ചുടുന്നുണ്ട് കേട്ടാ. അമ്മ നമ്മ കഴിഞ്ഞ പ്രാവശ്യം ചീമേനുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അല്ല ഈ പ്രാവശ്യം ഇതിൻ്റെ ഇടയ്ക്ക് പോയാൽ ചീമേനുകൊണ്ട് ഇട്ടാന്ന് വാങ്ങിയ ചപ്പാത്തീൻ്റെ ഈ ചുടുന്ന കല്ല് സൂപ്പർ കേട്ടാ. അതെ, നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ പെട്ടെന്ന് അത് എത്ര മണിച്ചാലും കുറച്ച് ഉപയോഗിക്കുമ്പോൾ അതിനിത് അടന്നു പോകും. അതെ, ഇതാവുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും നിൽക്കും. നല്ല അടിപൊളി ചപ്പാത്തി ആവുന്നുണ്ട്. ആ, അമ്മേൻ്റെ അടുത്ത് ഇതിൻ്റെ പിടിയിലെ ടൈപ്പ് ഉണ്ട്. ഞാൻ ഈ ടൈപ്പാണ് മേടിച്ചത്. ഒരേപോലെ തന്നെ വേണ്ട, വെറൈറ്റി ആയിക്കോട്ടെ ചേച്ചു. ഒന്നേതായാലും ഇല്ലേ. അപ്പോൾ ഇതാ ചപ്പാത്തിയെല്ലാം നല്ല വൃത്തിയിൽ ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ എത്ര കാലം നിൽക്കുകയും ചെയ്യും. ഇരുമ്പിൻ്റെയാണ്. ഉപയോഗിക്കാണ്ട് വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണ വറ്റി വെച്ചാൽ ഞാനപ്പോൾ ചുട്ട് കഴിഞ്ഞാൽ അതിന് കുറച്ച് എണ്ണ വറ്റി കൊടുക്കലുണ്ട്. വെള്ളം വറ്റിയാൽ അതെ. അപ്പം നമ്മളെ ചിക്കൻ കറി ഇവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ തിളച്ച് നല്ല സെറ്റായി വരുന്നുണ്ട്. ഇതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അത്ര. എന്നാൽ കുഞ്ഞുവിൻ്റെ ആഗ്രഹം തീർക്കുക. കുറച്ച് കുരുമുളക് പൊടി ചേർത്തോ കുഞ്ഞു? ഇതെല്ലാവരും പൊടിച്ച് വെച്ചിട്ട് ഇപ്പം കുറച്ചിട്ടാൽ മതി കേട്ടാ. ബാക്കി നമുക്ക് പിന്നീടാ. ആ, അത് ഫുള്ളിട്ടോ, ചുറ്റിച്ചിട്ടിട്ടോ. ഒരു മുട്ടല്ലേ ഫുള്ളും. ആ, അപ്പോൾ ലോഗുവാണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ. നേരത്തെ ഉണ്ട് ഞാൻ ചിക്കൻ കറിയാക്കാം അമ്മ ഇന്ന് നല്ല വന്നു കൊടുക്കുന്നു. അപ്പോൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്നത് അമ്മ ഇളക്കി കൊടുക്കുക. നീ ഇളക്കി കൊടുത്ത് കൈ പൊള്ളിക്കണ്ട കേട്ടാ. ഓക്കെ. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റായി നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എരിവെല്ലാം പാത്രമുണ്ട് തോന്നല്ലമ്മ. എനിക്ക് കുരുമുളകിൻ്റെ ഒന്നും ആവശ്യമില്ല, ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. ആയി, കറിയായി. അതിനൊക്കെ നമുക്ക് ചപ്പാത്തി ഒന്ന് മറിച്ചിടാം കേട്ടാ. എൻ്റെ കൈക്ക് ചപ്പാത്തി ഏകദേശം ചുട്ടാവാനായി. ചിക്കൻ കറി ഇവിടെ റെഡിയായി. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ചിക്കൻ കറി റെഡിയായി. പച്ച വെളിച്ചെണ്ണ വെച്ചാൽ നല്ല ടേസ്റ്റ്. മുമ്പേ നമുക്ക് അമ്മ ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ കറി ആക്കി തരല്. എന്നാലും മല്ലിയിലൊന്നും ഇടൂല, പക്ഷെ ഇതേ രീതിയിലാക്കി തരും. ചില സമയത്ത് വഴറ്റൂല, എല്ലാം കൂടി ഉള്ളിയും തക്കാളി എല്ലാം കൂടി ഒന്നിച്ച് അടുപ്പത്ത് വെക്കും. എനിക്ക് ഇഷ്ടമാണ്. അന്നേരം രാത്രി ഇടയ്ക്ക് ചപ്പാത്തി വെക്കും. നമ്മൾ ചെറുതുണ്ടാകുമ്പോൾ അമ്മ അന്നേരം നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ചപ്പാത്തി ഏകദേശം ചുട്ട് റെഡി. ചെറിയ പിള്ളേർ ആക്കിയാലും എന്താക്കിയാലും ബാക്കി ചെറിയ പിള്ളേരാകുമ്പോൾ പിന്നെ അപ്പം കഞ്ഞി കൊള്ളും. ഇവിടെ പിന്നെ ബാക്കിയൊന്നും ആവില്ല. ഇവിടെ പിന്നെ ഇപ്പം നമുക്ക് കുറേ ആടായില്ലേ. അപ്പുറമായാലും ഇപ്പുറമായാലും പിള്ളേരെല്ലാം തിന്നേണ്ട പ്രായമുള്ള പിള്ളേർ അത് തിന്നേണ്ട പ്രായമാണ്. രണ്ടാളും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആരും നിർബന്ധിക്കണ്ട കേട്ടോ. ചിലവര് പറയും കുഞ്ഞുങ്ങളൊന്നും കഴിക്കുന്നില്ല, അതെല്ലാം പരാതി പറയുന്നേക്കാം. പക്ഷെ ഇവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടേ ഉണ്ടായിട്ട്. ചെറുതുണ്ടാകുമ്പേ ഉണ്ടായിട്ട് പിന്നെ അറിയാനാകുമ്പോഴെല്ലാം അവർക്ക് വേണ്ട നടക്കണം, അവർ കഴിക്കും. അത് നല്ല തന്നെ. അതെ, നിർബന്ധിക്കും ആക്കൊന്നും വേണ്ട, വയ്യാണക്കൊന്നും വേണ്ടല്ലോ. വിശക്കുന്നത് പറഞ്ഞിട്ട് വരും വയ്യ. കൂട്ടാകുമ്പോ തന്നെ ചോറ് കഴിക്കാനില്ലേ കസേരയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആലോക്ക് സൂപ്പർ തന്നെ. അമ്മമ്മ അപ്പുറം ചോറെടുക്കാൻ പോയിട്ടുണ്ട്. നിനക്ക് ചോറാവേണ്ടി ചപ്പാത്തി? പിന്നെ അച്ഛനും അനിയത്തിയും അനിയേട്ടനും എല്ലാവരും വന്നു. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. അമ്മ അപ്പുറത്ത് ഉച്ചക്കാക്കിയ ചക്കയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്, ചോറും ഉണ്ടായിന് കുറച്ച്. അപ്പം ചപ്പാത്തി വേണ്ടുന്നവർ ചപ്പാത്തി എടുത്തു, ചോറ് വേണ്ടുന്നവർ ചോറെടുത്തു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് നല്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. പുറത്തെല്ലാം പോയി ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടം ഇതുപോലെ ഒന്നിച്ച് ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ.
അതിൻ്റെ ഇടയ്ക്ക് ഇതാ അച്ഛനൊന്ന് കാണിച്ചിട്ടുണ്ട്. അച്ഛൻ വീഡിയോയിൽ വരില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു മൂലക്ക് പോയിരുന്നതാണ്. അച്ഛൻ കാണാണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. സൂപ്പർ. അപ്പം എല്ലാവരും ചോറ് കഴിച്ചു കഴിഞ്ഞ് ഞാനും അമ്മയും മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അച്ഛനും അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ്. അനിയനും ഇപ്രാവശ്യം ഭയങ്കര മടി. ചില സമയത്ത് വീഡിയോയിൽ തലവർക്ക് വരും, ചില സമയത്ത് വരില്ല. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ടോ ആനിവേഴ്സറിക്കാരനെ കാണുന്നില്ല. ചോറിക്കുമ്പോൾ മാത്രം ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ട് കേട്ടാ. അതിനിടക്കല എടുക്കാൻ നോക്കുമ്പോ വേണ്ട 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 ഇങ്ങനെ മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളെ വീഡിയോ വെച്ചാല് നമ്മളെ കുറച്ച് തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാത്രി ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടി, അതാണ് നമ്മളെ സന്തോഷം. അമ്മ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു സുഖം വേറെ തന്നെയാണ് അല്ലേ ദീ? എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. അമ്മയും അച്ഛനും അനിയത്തിയും ഞാനും അനിയേട്ടനും അതിലോകും 7 ആളും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. വസന്തമ്മേൻ്റെ ഒരു കുറവ് മാത്രമേ ഇല്ലു. വസന്തമ്മ വന്നിട്ട് നമുക്ക് അടിപൊളിയാക്കാം പിന്നെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.